പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം അങ്ങ് മുങ്ങിപ്പോകാതെ അവർക്ക് വേണ്ട പരിഗണന കൊടുക്കാൻ എല്ലാ ഘട്ടത്തിലും സ്പീക്കർമാർ ശ്രദ്ധിക്കുന്നത് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എല്ലാ ഘട്ടത്തിലും. അതിപ്പോൾ NDA ഇദ്ദേഹത്തിനെതിരെ നമ്മുടെ അവിശ്വാസ പ്രമേയം കൊണ്ട് സോമനാഥ് ചാറ്റർജി പോലും നമ്മൾ കണ്ടിട്ടുള്ളത് എന്താണ്? പലപ്പോഴും നമുക്ക് തോന്നുമ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇദ്ദേഹം പ്രതിപക്ഷത്തിൻ്റെ ആളായിട്ടാണോ സംസാരിക്കുന്നതെന്ന് നമുക്ക് തോന്നാവുന്ന തരത്തിൽ സോമനാഥ് ചാറ്റർജി ഇടപെട്ടിട്ടുണ്ട്. ആ പ്രതിപക്ഷം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷത്തിന് വലിയ പരാതിയായിട്ടുണ്ട് സോമനാഥ് ചാറ്റർജിയെക്കുറിച്ച്. അദ്ദേഹം അത് CPIഎമ്മിനുള്ളിൽ ആഭ്യന്തരമായ നടപടികൾ ഉണ്ടാകുന്നതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ സ്പീക്കർ എത്രത്തോളം നിഷ്പക്ഷനാകാൻ ശ്രമിച്ചാലും സർക്കാരിൻ്റെ ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്നതിൽ എല്ലാ ഘട്ടത്തിലും സ്പീക്കർക്ക് നിർണായകമായ പങ്കുണ്ട്. സ്പീക്കർക്ക് അത് പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഘട്ടത്തിൽ ഇത് നേരത്തെ ഓം ബിർല ഏതാണ്ട് സമ്പൂർണ്ണമായി തന്നെ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദത്തെ അടിച്ചമർത്തുന്ന തരത്തിലാണോ പെരുമാറുന്നത് എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പണ്ട് ഡാനിഷ് അലിക്കെതിരെ BSP അംഗം ഡാനിഷ് അലിക്കെതിരെ തോന്നിയാസം പറഞ്ഞൊരു BJP അംഗം ആ ഘട്ടത്തിൽ പോലും അതിനെ ആ സമയത്ത് വിമർശിച്ചു എന്നല്ലാതെ ഒരു നടപടിയിലേക്ക് പോകാൻ അന്ന് ഓം ബിർല കൂട്ടാക്കിയില്ല. അത് മുതൽ തുടങ്ങിയതാണ്. ഓരോ ഘട്ടത്തിലും ഇദ്ദേഹം വേണ്ട രീതിയിൽ പ്രതിപക്ഷത്തോട് സഹകരിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് വേണ്ട അവസരം കൊടുക്കുന്നില്ല എന്നുള്ള പരാതി. ഇത്തവണത്തെ ഈ സെഷൻ എടുത്തു നോക്ക്. നമ്മൾക്ക് ഈ സെഷൻ ആരംഭിക്കുമ്പോൾ എവിടെയാണ് ഈ നരവനയുടെ വിഷയം വരുന്നത്, അതിലേക്ക് ചർച്ച പോകുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണമല്ലോ. അത് വരുന്നത് എപ്പോഴാണ്? ഇത് പ്രതിപക്ഷത്തിനെതിരെ അവരുടെ രാജ്യസ്നേഹത്തെ എല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് ഇവർ രാജ്യദ്രോഹികളാണ് എന്ന മട്ടിൽ തേജസ്വി സൂര്യ സംസാരിച്ചതിന് ശേഷമാണ് ആ പ്രകോപനത്തിലേക്ക് പ്രതിപക്ഷം പോയി വീഴുന്നത്. പ്രതിപക്ഷം ഇതൊക്കെ പുസ്തകമൊക്കെ അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അല്ലാതെ പ്രിൻ്റ് എടുത്തുകൊണ്ട് വരുമൊന്നുമില്ല. എങ്കിൽ പോലും അവിടെയാണ് അതിൻ്റെ തുടക്കം. അത് ആ മട്ടിൽ തന്നെ വേണമല്ലോ മനസ്സിലാക്കാൻ. മാത്രമല്ല ഇത്തവണ സഭയിൽ കണ്ടത് തുടർച്ചയായി ഈ പ്രതിപക്ഷത്തെ, പ്രത്യേകിച്ച് ഗാന്ധി കുടുംബത്തെ പൂർണ്ണമായി, നെഹ്റു ഗാന്ധി കുടുംബത്തെ അവഹേളിക്കാൻ വേണ്ട എല്ലാ അവസരവും ഭരണപക്ഷത്തിന് അനുവദിച്ചു കൊടുത്തു എന്ന് വേണമെങ്കിൽ മാറി നിന്ന് നിരീക്ഷിക്കുന്ന ഒരാൾക്ക് തോന്നുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ. അവർക്ക് പറയാനുള്ളത് എല്ലാം പറഞ്ഞു. പക്ഷേ അപ്പുറത്തുനിന്ന് രാഹുൽ ഗാന്ധി എഴുന്നേൽക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒന്നാമത് ഈ നന്ദിപ്രമേയ ചർച്ചയിൽ വേണ്ട ഇടപെടൽ നടത്താൻ പ്രതിപക്ഷ നേതാവിന് വേണ്ട അവസരം കൊടുത്തില്ല എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മൈക്ക് ഓഫ് ചെയ്യുന്നു എന്നുള്ളതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. എന്താണ് നമ്മൾ അതായത് ഇപ്പുറത്ത് ആക്രമിക്കാൻ ആരെല്ലാമാണ് ഉള്ളത്? രാഹുൽ ഗാന്ധിയെ ആക്രമിക്കാൻ രാജ്നാഥ് സിംഗ് ഉണ്ട്, അമിത് ഷാ ഉണ്ട്, അങ്ങനെ പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിമാരെല്ലാം എഴുന്നേറ്റ് നേരിട്ട് നിന്നാണ് രാഹുൽ ഗാന്ധിക്കെതിരെ, രാഹുൽ ഗാന്ധിയുടെ ഈ വിഷയം ഉന്നയിക്കാനുള്ള ശ്രമത്തിനെതിരെ പ്രതിരോധം തീർക്കുന്നത്. ആ കൂടെ സ്പീക്കർ കൂടേണ്ട കാര്യമില്ല. പക്ഷേ സ്പീക്കർ ആ കൂടെ കൂടി എന്ന് തോന്നിക്കത്തക്ക സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇവരെല്ലാം ഒരു ഘട്ടം കഴിയുമ്പോൾ പിന്നെ അവഹേളനത്തിലേക്കാണല്ലോ കടക്കുന്നത്.